നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ തന്നത് ഇതല്ലല്ലോ. എനിക്ക് പ്രിയപ്പെട്ടവള് തന്നത് ഇതാ. സോ എനിക്ക് ഏറ്റവും വില പിടിച്ചത് ഇതാ. ഇതൊക്കെ എപ്പോഴാ ചെയ്തത്? ഗംഭീരായിട്ടുണ്ട്. പ്രിയങ്ക വന്നതിന് ശേഷമുള്ള വരുണിന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? അത് ഗംഭീരമാക്കാതെ പറ്റുമോ? എന്താടാ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പോലും നിന്നെ ഞങ്ങൾക്ക് നേരെ ചൊവ്വേ കിട്ടാറില്ലല്ലോ. അപ്പൊ കിട്ടിയ അവസരം ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇതെന്റെ സമ്മാനം. താങ്ക് യു മുത്തശ്ശി. അച്ഛന്റെ സമ്മാനം. എല്ലാരും സമ്മാനം കൊടുക്കുന്നുണ്ടല്ലേ? ഞാനിപ്പോ വരാം. ഉർവശി കൊടുക്ക്. താങ്ക് യു. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. കൽപ്പന കൊടുക്കുന്നില്ലേ? Many many happy returns of the day, Varun. താങ്ക് യു ഏട്ടത്തി. താങ്ക് യു. നിനക്ക് ഇഷ്ടപ്പെട്ട സമ്മാനടാ. ക്യാമറ. ഓ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഏട്ടാ. ഇവരൊക്കെ വരുമാനമുള്ളവരാ. ഒരു തൊഴിൽ രഹിതനായി എനിക്ക് തരാൻ ഇതേ ഉള്ളൂ. സോഗടാ. താങ്ക് യു. ഞാൻ പിന്നെ തൊഴിൽ രഹിതം മാത്രമല്ല, ഒരു ദരിദ്രവാസിയും കൂടി. ശരിയാ. കിട്ടിയ സമ്മാനങ്ങളില് കൊള്ളാവുന്ന എന്തെങ്കിലും എടുത്തിട്ട് ബാക്കി മിച്ചം വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാലേ വളരെ സന്തോഷം. താങ്ക് യു. ഹാപ്പിയാണോ? ആ എല്ലാരും കൊടുത്തല്ലോ അല്ലേ? ഇനി ഞാൻ കൊടുത്തോട്ടെ. വരുൺ, ഇത് ഇന്ന് വരുണിന് ഇടാനുള്ള ഡ്രസ്സാ. വരുണിന് ഇഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട നിറവാ. വരുണിന് ചേരും. മോളിതൊക്കെ എപ്പോ വാങ്ങിച്ചു? എനിക്കറിയാം നിങ്ങളെല്ലാരും കൂടെ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പൊ പിന്നെ ഞാൻ മോശമാവാൻ പാടുണ്ടോ? എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിലേക്ക് ഇന്ന് പോകുമ്പോ കണ്ട ആളല്ല തിരിച്ചു വന്നപ്പോ. മുഖത്തൊരു തെളിച്ചമൊക്കെ ഉണ്ട് അല്ലേ പത്മിനി? അത് ഞാൻ ശ്രദ്ധിച്ചു. ആ ശരിയാ. അവിടെ എത്തിയപ്പോ എന്റെ മനസ്സ് വല്ലാതൊന്ന് ഫ്രഷായി. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച കാഴ്ച കണ്ടു. പറയണമെന്ന് ആഗ്രഹിച്ചൊക്കെ പറഞ്ഞു. സോ ഈ ബർത്ത്ഡേ എന്തുകൊണ്ട് എനിക്ക് സ്പെഷ്യലാണ്. എന്നാ പിന്നെ ഇനി കേക്ക് കട്ടിങ്. പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. ശരി. ഇന്നത്തെ ബർത്ത്ഡേ അല്ലേ? എന്റെ പ്രിയപ്പെട്ടവള് എനിക്ക് തന്ന സമ്മാനം ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കുക.
മോള് നോക്കിക്കോ. മോളെ അവന് പൂർണ്ണമായും ഇഷ്ടമാണെങ്കിൽ മോള് കൊടുത്ത ഡ്രസ് അണിഞ്ഞ് അവൻ വരും. എന്നും പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടുള്ള ആളാണ് വരും. ഇക്കാര്യത്തിൽ എങ്ങനെയാവോ എന്തോ. അതിനെക്കുറിച്ച് കൽപ്പനയ്ക്ക് പേടി വേണ്ട. അമ്പലത്തിൽ പോയി വന്നപ്പോ അവന്റെ മാറ്റം കണ്ടില്ലേ? മനസ്സിലുള്ള ആശങ്കകളൊക്കെ ഒഴിഞ്ഞു എന്നാ. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ ഏട്ടത്തി. പ്രശ്നങ്ങൾ മാറിയ വരുൺ തന്നെ നമ്മളോടത് പറയുമല്ലോ. സത്യത്തിൽ ഈ തർക്കത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ എല്ലാവരുടെ ആവശ്യം അവരൊന്നിച്ച് നന്നായി ജീവിക്കണമെന്നല്ലേ? അപ്പൊ കാര്യങ്ങൾ പോസിറ്റീവായിട്ടല്ലേ എടുക്കേണ്ടത്? അവൻ വരട്ടെ. ആ ഇത് ആളെത്തിയല്ലോ. മുണ്ട ഷർട്ടും എടുത്ത ആളുടെ സെലക്ഷൻ കൊള്ളടാ. കൊള്ളാം. ഞാൻ തന്നത് ഇതല്ലല്ലോ. എനിക്ക് പ്രിയപ്പെട്ടവള് തന്നത് ഇതാ. സോ എനിക്ക് ഏറ്റവും വില പിടിച്ചതും ഇതാ. ആ എന്നാ വാടാ കേക്ക് കട്ട് ചെയ്യാം. ഓ പിന്നെന്താ, കട്ടിയാ. മേ Happy birthday to you. Happy birthday to you. Happy birthday വരുൺ കുട്ട. Happy birthday to you. ആദ്യം പ്രിയങ്ക മോൾക്ക് കൊടുക്ക്. ഇനി അങ്ങനല്ലേ വേണ്ടത്. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.